ശ്രീ എൻ കെ അക്ബർ 10 മിനിറ്റ്. സാർ, ഞാൻ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ്. ലോക മുതലാളിത്തത്തിൻ്റെ പുത്തൻ നയത്തിന് ബദലുണ്ടോ എന്ന വെല്ലുവിളിക്കും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ആക്രോശത്തിനു മറുപടിയാണ് ഈ കൊച്ചു കേരളം. ഞങ്ങളിതാ ബദലുയർത്തുന്നു. മെച്ചപ്പെട്ട പൊതുവിദ്യാലയം, പൊതുജന ആരോഗ്യം, ലാഭകരമായ പൊതുമേഖല, പൊതുഗതാഗതം, സാമൂഹ്യക്ഷേമ പെൻഷൻ, അതിദരിദ്രരില്ലാത്ത നാട്. വിസ്താരഭയത്താൽ ഞാൻ ആ പട്ടിക നീട്ടുന്നില്ല സാർ. ഇതിനെ ഒരു കൂട്ടർ ഭയക്കുന്നുണ്ട് സാർ. അവർ മുതലാളിത്ത ശക്തികളാണ്, സമ്പന്നവർഗരാണ്. അവർ ഈ നയം നടപ്പിലാക്കുന്നതിനെ തകർക്കണം എന്ന് ലക്ഷ്യം വെക്കുന്നുണ്ട്. പക്ഷേ അത് അവർക്ക് പരസ്യമായി പറയാൻ കഴിയില്ല. അതിനവർ ഇപ്പോൾ മത തീവ്രവാദ വർഗീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കുകയാണ് സാർ. അതിനുവേണ്ടി LDFനെ ശിഥിലീകരിക്കാനും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും വേണ്ടിയുള്ള ശക്തമായ പ്രചാരവേലയുടെ സമീപകാല സംഭവങ്ങൾ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. സമീപകാലത്തായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് വൻതോതിൽ എല്ലാ ജനവിഭാഗങ്ങളും കടന്നു വരുന്നത് പോലെ സവിശേഷമായി ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വാരിപ്പുണരുന്നു. ഇതിൽ ഭയപ്പെടുന്ന ആളുകൾ ഇടതുപക്ഷ മൂവ്മെന്റിൽ നിന്ന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രചാരവേല സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സാർ. നിങ്ങൾ ആലോചിക്കണം, പൗരത്വ ഭേദഗതിക്കെതിരായി ഇന്ത്യയിൽ ഒരു പ്രമേയം പാസാക്കിയിട്ടുള്ള ഒരു സഭയുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ നിയമസഭയാണ് സാർ. SIR അതിൻ്റെ ഭാഗമായ തടങ്കൽ പാളയം ഈ കേരളത്തിൽ ഞാൻ സ്ഥാപിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. കർണാടകയിലെ കോൺഗ്രസിൻ്റെ സിദ്ധാരാമയ്യയുടെ സർക്കാർ പാവപ്പെട്ട ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ തിങ്ങിത്താമസിക്കുന്ന ഫക്കീർ കോളനിയിൽ നിന്ന് കൂട്ടത്തോടെ JCB ഉപയോഗിച്ച് ആട്ടിപ്പായിച്ചു. ഫക്കീർ കോളനിയിൽ പുലർച്ചെ ബാങ്ക് വിളിക്ക് പകരം അവിടെ ഉയർന്നു കേട്ടത് ന്യൂനപക്ഷങ്ങളുടെ നിലവിളിയായിരുന്നു. പക്ഷെ ആ നിലവിളി കേൾക്കാൻ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്കോ മുസ്ലിം ലീഗ് നേതൃത്വത്തിനോ കണ്ണുണ്ടായില്ല, കാതുണ്ടായില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ നിലപാടിനെതിരായി കത്തയച്ചപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി കള്ളപ്രചരണം സംഘടിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വർത്തമാനത്തിന് പ്രതികരണമുണ്ടായി. DK ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പേരിനെങ്കിലും പോയി ഞങ്ങൾ അവരെ ആശ്വസിപ്പിക്കും, ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. ഒന്നും നടന്നില്ലെങ്കിലും ആ മുഖ്യമന്ത്രിയെ അവിടെ JCB നിരത്തി JCB ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളെ പലായനം ചെയ്യിച്ച കോൺഗ്രസിനെതിരെ പ്രതികരണമില്ല. ഇവിടെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സാർ. ഇതിൻ്റെ പിന്നിൽ അജണ്ട എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഇടതുപക്ഷത്തെ ശിഥിലീകരിക്കേണ്ടത് ആരുടെ താല്പര്യമാണ്? അതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രിതമായ അജണ്ടയുണ്ട്. ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാരത്തിനെ സഹായിക്കുന്ന ഒരു ഹൈദരാബാദിലെ ഉവൈസി പ്രസ്ഥാനമുണ്ട്. ആ ഉവൈസിയുടെ കേരള പതിപ്പുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതാണ് ആ ഉവൈസിയുടെ കേരള പതിപ്പുകളാണ് നമ്മുടെ നാട്ടിലെ വെൽഫെയർ പാർട്ടി, നമ്മുടെ നാട്ടിലെ SDPI എല്ലാം കേരളത്തിലെ സംഘപരിവാരത്തിൻ്റെ സേഫ്റ്റി വാൾവുകളായി മാറുന്നു എന്നുള്ളത് ഒരു ഞെട്ടലോടുകൂടി നാം മനസ്സിലാക്കണം. ഞങ്ങളിങ്ങനെ പറയുമ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷത്തെ അകറ്റി മാറ്റുന്നത് കൊണ്ട് സംഘപരിവാരത്തിന് എന്ത് ഗുണം? ആ സംഘപരിവാരത്തിൻ്റെ ഗുണം അറിയണമെങ്കിൽ കുറച്ച്
വർഷങ്ങൾക്ക് മുമ്പ് BJPയുടെ അന്നത്തെ അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞൊരു വാർത്ത നാം മനസ്സിലാക്കണം. സുരേന്ദ്രൻ അന്ന് പറഞ്ഞു 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന്. 4 സീറ്റ് കിട്ടിയപ്പോൾ മറ്റത്തൂർ പഞ്ചായത്ത് BJP ഭരിച്ചത് നമ്മൾ കണ്ടു. കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരെ ഹോൾസെയിലായിട്ട് അവർക്ക് എടുക്കാൻ കഴിയും. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെ മാത്രമാണ് സംഘപരിവാരത്തിന് അങ്ങനെ സ്വാധീനിക്കാൻ കഴിയാത്തത്. ഇടതുപക്ഷത്തെ ശിഥിലീകരിച്ചും ക്ഷീണിപ്പിച്ചും UDFനെ ശക്തിപ്പെടുത്തുകയും പിന്നെ ആ UDFനെ വിഴുങ്ങുകയും ചെയ്യുന്ന ആസൂത്രിതമായ അജണ്ടയുടെ ഒരു ശ്രമം കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഇടതുപക്ഷത്തെ ശിഥിലീകരിക്കുക, ഇടതുപക്ഷത്തെ ശിഥിലീകരിച്ചത് കൊണ്ട് മറ്റാരെങ്കിലും ശക്തിപ്പെട്ടിട്ടുണ്ടോ? പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷം ദുർബലമായപ്പോൾ അവിടെ സംഘപരിവാരമാണ് ശക്തിപ്പെട്ടത്. അതേ രീതിയിൽ അവിടെ അതിന് നേതൃത്വം കൊടുത്തതും ഇന്ന് കേരളത്തിൽ ഈ വെൽഫെയർ പാർട്ടിയുടെ ആത്മീയ നേതൃത്വം തന്നെയാണ്. അവിടെയും അതിന് നേതൃത്വം കൊടുത്തത് അവർ തന്നെയാണ്, ഇവിടെയും അതിന് നേതൃത്വം കൊടുക്കുന്നത് അവർ തന്നെയാണ്. RSSുമായി പരസ്യമായി ചർച്ചയ്ക്ക് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ അപകടകരമായ പ്രവണതകൾക്കെതിരായി നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അകറ്റിയും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയും സംഘപരിവാരത്തെ ആനയിക്കാൻ വേണ്ടിയിട്ടുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായ ജാഗ്രത പ്രബുദ്ധമായ കേരളം കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പലരും സൂചിപ്പിക്കുകയുണ്ടായി. ഗുരുവായൂർ മണ്ഡലത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ വളരെ വളരെ പ്രാധാന്യമേറിയ നേട്ടങ്ങളുണ്ട്. 50 വർഷത്തിലേറെയായി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത് 2ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ്. ദീർഘ മണിക്കൂറുകൾ ഗതാഗത സ്തംഭനത്തിന് ഇടവരുന്ന റെയിൽവേ ക്രോസ് ആയിരുന്നു ഗുരുവായൂരിൽ നിലനിന്നിരുന്നത്. ആ ഗുരുവായൂരിലെ റെയിൽവേ മേൽപ്പാലം പൂർത്തീകരിക്കാൻ പെട്ടത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. 1921 ശേഷം കോടതിക്കൊരു സ്വന്തമായൊരു കെട്ടിടം, അത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ് ആ കോടതി സമുച്ചയം പൂർത്തീകരിക്കപ്പെടുന്നത്. ഗുരുവായൂരിൽ എത്രയോ തീർത്ഥാടകർ വരുന്ന ഒരു വർഷത്തിനിടയിൽ കേരളത്തിന്റെ ജനസംഖ്യക്ക് തുല്യമായ ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ജനങ്ങളുടെ താമസ സൗകര്യത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ ഗസ്റ്റ് ഹൗസ് അത് അടുത്ത ദിവസങ്ങളിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 19,39 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പൂർത്തീകരിക്കപ്പെടാനായി അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുന്ന 18,30,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റൊരു രീതിയിൽ നിലനിൽക്കുകയാണ്. നമ്മുടെ തീരദേശ ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ആദ്യപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. NH-66 ഏറ്റവും വലിയ നല്ല ഗുണഭോക്താക്കളായി മാറിയത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശ നിവാസികൾ കൂടിയായിരുന്നു എന്നുള്ള കാര്യം സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുന്നയൂർക്കുളം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നിരവധി വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ, വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സർക്കാർ സ്കൂൾ വിദ്യാലയങ്ങളെല്ലാം സ്വന്തം സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള അന്തിമഘട്ടത്തിലേക്ക് ആ നിയോജക മണ്ഡലത്തിൽ തന്നെ എത്തി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിവേഗതയിലാണ് 1.5 കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
അതിവേഗതയിലാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം, അതിൻ്റെ കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. BMBC ചെയ്ത റോഡുകൾ 90% റോഡുകളുടെയും നിർമ്മാണം BMBC ചെയ്തുകൊണ്ടുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഇങ്ങനെ നമ്മുടെ നാടിന്റെയും നമ്മുടെ പ്രദേശങ്ങളുടെയും സമഗ്രമായ വികസനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരായി അപവാദം പറഞ്ഞ് തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് കേരളത്തിലെ പ്രതിപക്ഷം ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെതിരായ ശക്തമായ പ്രചാരണം ഈ രാജ്യത്ത് സംഘടിപ്പിക്കപ്പെടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.